പ്രിവെൻഷൻ്റെ ഒരു 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 കാര്യമല്ല, ഞങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ ഏർലി ഇൻ്റർവെൻഷൻ എപ്പോഴും ഒരിക്കലും ഇത് ഡ്രഗിനെ കുറിച്ചല്ല, ഡ്രഗ് മാത്രം ഫോക്കസ് ചെയ്തല്ല. നല്ല നല്ല കുടുംബജീവിതം, ഇപ്പോൾ നല്ല ഫാമിലി എൻവയോൺമെൻറ്റ് ഉണ്ടാവുക, ഇപ്പോൾ പേരൻറ്റിങ് നന്നാവുക, അതുപോലെ കുട്ടികൾക്ക് ലൈഫ് സ്കിൽസ് ഉണ്ടാവുക. അപ്പോൾ ഇതും ഡിസിഷൻ എടുക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കുന്നു, അത് നോക്കി കണ്ട് വളർത്തിക്കൊണ്ടുവരാൻ പേരൻസിന് അറിയാൻ സാധിക്കുന്നു. ഇത് രണ്ടും നമുക്കിപ്പോൾ ഫെയിലുവറാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന അറിയാം, പേരൻറ്റിങ്ങിൽ വലിയ അപാകതകൾ ഉണ്ടാകുന്നു. അത് നമ്മുടെ ലൈഫിൻ്റെ ചേഞ്ചുകൾ കൊണ്ടുണ്ടാകാം, ഈ പൊരുത്തക്കേടുകൾ കൊണ്ടാകാം. ഇതൊക്കെ നമ്മൾ ലീഡിങ് ടു ദീസ് ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ഇതിലേക്ക് കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഡ്രഗ് പ്രിവെൻഷൻ ഒരിക്കലും ഡ്രഗ് പ്രിവെൻഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഇൻ്റർവെൻഷൻ അല്ല. ഇത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഹാസ് ടു സ്റ്റാർട്ട് ഏർലി, ഇറ്റ് ഹാസ് സ്റ്റാർട്ട് ഫ്രം സ്കൂൾസ്, ഇറ്റ് ഹാസ് സ്റ്റാർട്ട് ഫ്രം ഫാമിലീസ്. എങ്കിൽ മാത്രമേ നമുക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എവിടെയാണെങ്കിലും, അതായത് ഉദാഹരണം പറഞ്ഞാൽ കുടുംബത്തിലെ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുട്ടികളും പേരൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഈ ചാനൽ വളരെ ഓപ്പൺ ആണെങ്കിൽ ഇത്ര ഇഷ്യൂസ് പലപ്പോഴും നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് അത്ര ഓപ്പൺ അല്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പേരൻറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ പേരൻറ്റിങ് ഔട്ട്ഡേറ്റഡ് ആണ്. Yes, very much. Yes.